നമസ്കാരം. ഇന്ന് നമ്മുടെ 218 എപ്പിസോഡാണ്. ഞാൻ കുറച്ച് ദിവസം എപ്പിസോഡ്സ് ഒന്നും ചെയ്യേണ്ടെന്ന് വെച്ചാണ്. പക്ഷേ ഇപ്പം ഞാൻ ഇന്ന് ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഒക്കെ എടുത്ത് നോക്കിയപ്പം ഒരു വൻ പരസ്യം കണ്ടു. അതിന് ഞാൻ നിങ്ങൾക്കൊരു അഡ്വൈസ് തരാനായിട്ടാണ്. അതിനകത്ത് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരു പരസ്യം ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് വരുന്നു. അത് നിങ്ങളുടെ ഫോൺ ഹിസ്റ്ററി ആരുടെയെങ്കിലും എടുത്ത് തരാം, അതിന് ഇത്ര രൂപ. വാട്സപ്പ് ഹിസ്റ്ററി എടുത്ത് തരാം, പിന്നെ കോൾ ഹിസ്റ്ററി എടുത്ത് തരാം, അതിന് ഇത്ര രൂപ. ഓൾ മൊബൈലിലെ എല്ലാ ഡാറ്റകളും എടുത്ത് തരാം. മറ്റൊരാളുടെ ഹാക്കിംഗ് എന്നാണ് അതിന് കൊടുത്തിരിക്കുന്നത്. ഏതോ ഒരുത്തനാണ്, മലയാളിയല്ലെന്ന് തോന്നുന്നു. മലയാളി ആണെങ്കിൽ കൂടി അത് നിങ്ങളുടെ ഫോൺ ഒരു നിമിഷമെങ്കിലും ഒരാളുടെ കയ്യിൽ കിട്ടാതെ, അത് ഒരു 10 സെക്കൻഡെങ്കിലും കിട്ടാതെ, അതിനകത്ത് ഓപ്ഷൻ ഓൺ ചെയ്യാതെ ഒരു ഫോണും ഹാക്ക് ചെയ്യാനൊക്കില്ല. അല്ലെങ്കിൽ അത് ഹാക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഇന്ത്യ ഗവൺമെൻറ്റിനാണ്, അല്ലെങ്കിൽ കേരള ഗവൺമെൻറ്റിനാണ്, അല്ലെങ്കിൽ പോലീസിനാണ് അത് ഹാക്ക് ചെയ്യാൻ പറ്റുന്നത്. നിങ്ങളുടെ ലൊക്കേഷനൊക്കെ അറിയാം. അല്ല, അത് പക്ക ചീറ്റിങ്ങാണ്. നിങ്ങൾ 699 രൂപ, 1650 രൂപ, പിന്നെ പല കാര്യങ്ങളിലൊക്കെ ഹാക്ക് ചെയ്യാം. നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം ഹാക്ക് ചെയ്യാം, നിങ്ങളുടെ ഫേസ്ബുക്ക് ഹാക്ക് ചെയ്യാം. ഹാക്കിംഗ് എന്നും പറഞ്ഞൊരു സംഭവം വന്നാൽ തന്നെ ഫേസ്ബുക്ക് അത് ബ്ലോക്ക് ചെയ്ത് കളയും. ആ ഹാക്ക് ചെയ്യുന്ന ഏത് ഫോണിലാണോ അത് അന്നേരം അത് നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും റിപ്പോർട്ട് ചെയ്യാം. എൻ്റെ മൊബൈലിൽ എൻ്റെ ഫേസ്ബുക്ക് ഒരാൾ ഹാക്ക് ചെയ്തു എന്ന് നിങ്ങൾ ഫേസ്ബുക്കിന് റിപ്പോർട്ട് ചെയ്താൽ അന്നേരം അത് ബ്ലോക്കാകും. കാരണം അവരെ പക്ഷേ പരിശോധിക്കുക. എന്തെങ്കിലും നമുക്ക് ചുമ്മാ ഒരാളെക്കുറിച്ച് പറയാനൊക്കില്ല. നമുക്ക് വ്യക്തമായ തെളിവ് അതിന് കൊടുത്തു കഴിഞ്ഞാൽ അവർ പരിശോധിക്കും. അങ്ങനെയൊക്കെ ഉണ്ട്. നിങ്ങളുടെ ഫോണ് ഒരു 10 മിനിറ്റോ 10 സെക്കൻഡോ എങ്കിലും ഒരാളെ കിട്ടാതെ നിങ്ങളുടെ ഫോണുകളൊന്നും ഹാക്ക് ചെയ്യാനൊക്കില്ല. നിങ്ങളുടെ ഭർത്താവായിക്കോട്ടെ, ഭാര്യ ആയിക്കോട്ടെ, മക്കളായിക്കോട്ടെ, നിങ്ങളുടെ ഫോൺ അങ്ങനെയൊന്നും ഹാക്ക് ചെയ്യണം. അതുകൊണ്ട് ഇത് പക്ക ചീറ്റിംഗ്. ഇതൊരു, എൻ്റെ വിശ്വാസത്തിൽ ഇതൊരു മലയാളി ആയിരിക്കില്ല, ഇത് ബോംബെയിലൊക്കെ ആയിരിക്കും. കാരണം എനിക്ക് ഒരു 7 കൊല്ലം മുമ്പ് ഇങ്ങനെ ഒരാൾ, അതായത് യൂട്യൂബിൽ എനിക്ക് വാച്ച് അവർ, എനിക്ക് സബ്സ്ക്രൈബറൊക്കെ 1650 എങ്ങാണ്ടുണ്ട്, അന്നേ ഉണ്ട്. വാച്ച് അവർ മേടിച്ചത് എന്നെ, ഞാൻ വാച്ച് അവർ ഒരിക്കലും നടക്കില്ലെന്ന് എനിക്കറിയാം. വാച്ച് അവർ അങ്ങനെ ചെയ്യാനൊക്കില്ല. കാരണം പണ്ട് ചെയ്യാമായിരുന്നു, യൂട്യൂബിനെ കളിപ്പിക്കാമായിരുന്നു. ഇപ്പോൾ യൂട്യൂബിനെ ഒന്നും കളിപ്പിക്കാൻ നോക്കില്ല. കാരണം അവർ കറക്റ്റ് വാച്ച് അവർ നോക്കും. അത് നമ്മളുടെ ഒരു പ്രോഗ്രാമിൻ്റെ 60% കണ്ടാലേ അതിൻ്റെ വാച്ച് അവറായിട്ട് കൂട്ടുള്ളവർ, അതിന് മുമ്പിലുള്ളതൊന്നും കൂട്ടില്ല അവർ. അതുകൊണ്ട് അങ്ങനെ 4000 വാച്ച് അവറാണ് വേണ്ടത്. ഫേസ്ബുക്കിന് 60,000 വാച്ച് മിനിറ്റാണ് വേണ്ടത്. ഇൻസ്റ്റാഗ്രാമിന് അങ്ങനെയൊന്നുമില്ല. അപ്പം ഇതെല്ലാം ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, ഇതൊക്കെ ഹാക്ക് ചെയ്ത് തരാം. വാട്സപ്പ് ഹാക്ക് ചെയ്ത് തരാം, ഫോൺ ഹിസ്റ്ററി എടുത്ത് തരാം. ഇതൊക്കെ പറഞ്ഞ് നിങ്ങളെ കളിപ്പിക്കുന്നതാണ്. ഒരാൾ 1000 രൂപ വെച്ച് കൊടുത്താൽ 10 പേരാകുമ്പോൾ 10,000 ആയി, 100 പേരാകുമ്പോൾ 1,00,000 രൂപയായി. അത് മാത്രമാണ് അയാളുടെ. പിന്നെ ഒരു ഡീറ്റെയിലും കാണില്ല. ആദ്യം നിങ്ങൾ അവരോട് ചോദിക്കുക, നിങ്ങളുടെ ഫോണൊന്ന് ഹാക്ക് ചെയ്ത് നിങ്ങൾക്ക് തരാമോ എന്ന്. നിങ്ങളുടെ വാട്സപ്പോ, നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമോ, നിങ്ങളുടെ ഫേസ്ബുക്കോ മൊത്തം ഒന്ന് ഹാക്ക് ചെയ്ത് ഒന്ന് തന്ന് കാണിക്കുക. എന്നാൽ ഞാൻ നിങ്ങൾക്ക് പറയുന്നതിൻ്റെ 3 ഇരട്ടി തരാമെന്ന് അങ്ങോട്ട് പറഞ്ഞു നോക്ക്. പിന്നെ അവൻ കോൺടാക്ട് ചെയ്തില്ല. നിങ്ങൾ പൈസ അയച്ചു കൊടുത്താൽ തന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ ചോദിക്കും നിങ്ങൾ ഏതാണ്, നിങ്ങളതിൻ്റെ സ്ക്രീൻഷോട്ട് ഇടാൻ പറയും. അത് പക്ക ചീറ്റിങ്ങാണ്. അങ്ങനെയൊന്നും നടത്തില്ല. കാരണം എൻ്റെ ഇളയ മകൾ സൈബർ ഫോറൻസിക് എന്ന് കേട്ടിട്ടുണ്ട്. തലയിൽ മുറിക്കുന്നതല്ല, ഹാക്കിംഗ് സൈബർ സെക്യൂരിറ്റി അല്ല, സൈബർ ഫോറൻസിക്കിൻ്റെ PG കാനഡയിൽ പഠിച്ച് ഈ കഴിഞ്ഞ മാസം കംപ്ലീറ്റ് ചെയ്യണം. ഇവിടെ 2 കൊല്ലമാണ് PGക്ക്. പുല്ലരിക്കുന്നിലാണ് ഡിഗ്രി ചെയ്തത്. ഫസ്റ്റ് റാങ്ക് ആയിരുന്നു. സൈബർ ഫോറൻസിക്കിൻ്റെ PG കാനഡ ചെയ്ത് അത് അടുത്ത മാസം തിരിച്ചു വരികയാണ്. അവിടെ 2.5 കൊല്ലമാണ്. അതും മാത്രമല്ല, എൻ്റെ ഈ വർക്കിൻ്റെ എക്സ്പീരിയൻസ് എന്നെ സാറിനകത്ത് കരുതിക്കൊള്ളൂ. ഞാൻ ഇതായിട്ട് പറയുന്ന, ഗമയായിട്ട് പറയുന്നതല്ല. കാരണം എന്ന് വെച്ചാൽ ഞാൻ 3 ചാനലിൽ വർക്ക് ചെയ്തതാണ്. ഒരു ഏഷ്യാനെറ്റിൻ്റെ സ്റ്റാഫായിരുന്നു. ഈ ഫേസ്ബുക്കിൻ്റെ ഒരുമാതിരിപ്പെട്ട കാര്യങ്ങളെല്ലാം എനിക്കറിയാം. എന്നെ പഠിപ്പിച്ചു തന്നാണ് ഓരോരുത്തർ. പിന്നെ അവരെ പഠിപ്പിച്ചു തന്നവരെയൊക്കെ കൂടുതലും ഞാൻ ഈ ഫേസ്ബുക്കിനെ കുറിച്ച് പഠിച്ചാണ്. നിങ്ങളുടെ ഒരു സംഭവം ഹാക്ക് ചെയ്യാനൊക്കില്ല. ഹാക്ക് ചെയ്ത് തരാമെന്ന് പറയുന്ന എല്ലാം കളിപ്പീരാണ്. അത് കുറച്ച് കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യും. മാത്രമല്ല, ഈ നിങ്ങളുടെ ഇതിലേക്ക് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യൂ, നിങ്ങൾക്കത് കിട്ടുമെന്ന് പറയുന്നത് അതൊക്കെ പൈസയ്ക്ക് വേണ്ടി ചെയ്യുന്നതാണ് ഇൻസ്റ്റാൾ ചെയ്യാൻ പറയുന്നത്. ഒരാളുടെ ഫോൺ ഒരിക്കലും എന്ത് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്താലും ഒരു EMI കോഡ് വരും. അത്
അതുകൊണ്ടേലേ ചെയ്യാനൊക്കെ ഉള്ളൂ. നിങ്ങളുടെ ഫോൺ 10 മിനിറ്റ് ഒരാളെ കിട്ടാതെ, അതിൽ 10 സെക്കൻഡ് കിട്ടാതെ ഒന്നും ചെയ്യാനൊക്കില്ല. ചുമ്മാ കളിപ്പിക്കാനും പൈസ മേടിക്കാനാണ്. ഒന്ന് ശ്രദ്ധിച്ചോളുക. എനിക്ക് അതുകൊണ്ട് ഒരു എപ്പിസോഡ് ചെയ്യേണ്ട വന്നു. നന്ദി, നമസ്കാരം.